നോട്ട് പ്രതിസന്ധി ക്രിസ്മസ് പുതുവത്സര വിപണികളെയും ബാധിച്ചു. ക്രിസ്മസും പുതുവത്സരവും എത്തിയിട്ടും സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് തലസ്ഥാനത്തെ കച്ചവടക്കാർ. പുൽക്കൂടുകളും നക്ഷത്രങ്ങളും തോരണങ്ങളും ആശംസാ കാർഡുകളും ക്രിസ്തുമസും പുതുവത്സരവും എത്തുന്നതോടെ നഗരങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ മനോഹര കാഴ്ചകളാണ്. ആ കാഴ്ചകൾക്ക് ഇത്തവണയും കുറവില്ല. ആഘോഷനാളുകളെ ലക്ഷ്യമിട്ട് വ്യാപാരികൾ ഇവയെല്ലാം വാങ്ങിക്കൂട്ടി. എന്നാൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ ഈ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ആൾക്കാരില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് രൂപയുടെ കച്ചവടം നടന്ന ഇവിടങ്ങളിൽ നോട്ട് പ്രതിസന്ധി രൂക്ഷമായതോടെ ജനങ്ങൾ എത്താത്ത അവസ്ഥയാണ്. 3 വർഷമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്. ഈ 3 വർഷത്തിൽ ഏറ്റവും പരാജയ ബിസിനസ് ഇപ്പോഴാണ് ഉണ്ടായത്. കാരണം നോട്ട് തന്നെയാണ് മെയിൻ പ്രശ്നം. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല മോശം എന്നാണ്. കാരണം പൈസയുടെ ഷോർട്ട് ഉള്ളത് കൊണ്ടാണ് മോശം. പിന്നെ കാർഡാണ് കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് കാർഡില്ലാത്തതുകൊണ്ട് അതിൻ്റെയും ഒരു കുറവ് ഇപ്പം ഉണ്ട്. 600 മുതൽ 3500 രൂപ വരെയാണ് ഈ പുൽക്കൂടുകൾക്ക് വിപണിയിൽ വില. ആളുകളെ ആകർഷിക്കാൻ പലരും വില കുറച്ചു. എന്നിട്ടും ആവശ്യക്കാരെത്തുന്നില്ലെന്ന് കച്ചവടക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലും ക്രിസ്മസിന്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ ഇവ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും നന്നേ കുറവ്. ഈ വാലറ്റും സ്വൈപ്പിംഗ് മെഷീനും അടക്കമുള്ള സാങ്കേതിക വിദ്യകളിലേക്ക് പലരും കൂടുമാറുമ്പോൾ അത്തരം സാങ്കേതിക വിദ്യകളെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്തതും തുടക്കത്തിൽ അവയുണ്ടാക്കുന്ന ചിലവുകളും ഇത്തരം ചെറുകിട കച്ചവടക്കാരെ വലയ്ക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.